ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു അടിപൊളി വെജിറ്റേറിയൻ റെസിപ്പിയാണ്, വറുത്തരച്ച മഷ്റൂം കറി. അപ്പോൾ ഇതിന് വേണ്ടുന്നത് 200 ഗ്രാം ബട്ടൺ മഷ്റൂമാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. പിന്നെ 2 മീഡിയം സൈസ് തക്കാളിയും ഉള്ളിയും, സവോള, പിന്നെ വെളുത്തുള്ളി, നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിയും, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ജീരകം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വറുത്തരച്ച തേങ്ങയാണ്. 1.5 കപ്പ് തേങ്ങയിൽ 3-4 ചെറിയുള്ളിയും പിന്നെ 1 സ്പൂണ് പെപ്പറും ചേർത്ത് വറുത്തരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത്രയും റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. പാന് വെക്കുന്നു, വെളിച്ചെണ്ണ ഒഴിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത്യാവശ്യം നമ്മൾ 1 സ്പൂണോളം ചെറിയ ജീരകം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക. കൂട്ടത്തിൽ തന്നെ നമ്മുടെ സവോളയും ചേർക്കുന്നു. സവോള ചേർത്തതിന് ശേഷം ഒരൽപ്പം നമ്മുടെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് വഴന്ന് വരും. അതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മസാല പൊടികളൊക്കെ ചേർക്കുന്നു. പൊടികൾ ചേർത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കുന്നു. കുറച്ചുകൂടെ ഉപ്പ് ചേർത്തു ഞാൻ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെക്കുമ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നമ്മുടെ മഷ്റൂം ഒന്ന് ചേർക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വീണ്ടും അടച്ച് വെക്കുക. പിന്നെ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട. മഷ്റൂം വേകുമ്പോഴേക്കും അതിനകത്തേക്ക് ധാരാളമായിട്ട് വെള്ളം പുറത്തേക്ക് വരുമല്ലോ. അപ്പോൾ മഷ്റൂമും കൂടെ ഒരു 3-4 മിനിറ്റിനകം മഷ്റൂം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കൂട്ടിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തരച്ചതും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് തിള വരുമ്പോഴേക്കും നമ്മളെ സൂപ്പർ ടേസ്റ്റി മസാല കറി റെഡി ആയിട്ടുണ്ടാവും. ഇതിൻ്റെ കൂടെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ടങ്ങ് എൻഹാൻസ് ചെയ്യും. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.